أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله العلي العظيم സൂറത്തു സജദയിലെ രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞു. 20 ആയത്തും ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് മൂന്നാമത്തെ ക്ലാസ്സിൽ 21 ആയത്ത് മുതലാണ്. 19 20 ആയത്തിന്റെ ഒരു തുടർച്ചയാണ് 21 ആയത്ത്. 19 ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിലുള്ള ക്ലാസ് നിർത്തിയത് അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. അമ്മല്ലദീന ആമനു, അപ്പോൾ വിശ്വാസികൾ, വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾ, ഫലഹും ജന്നാത്തുൽ മഅ്വ, അവർക്ക് ജന്നാത്തുൽ മഅ്വയുണ്ട്. നുസുലൻ ബിമാ കാനൂ യഅമലൂൻ, നുസുലൻ അവർക്ക് ഒരുക്കി വെച്ച സന്നാഹങ്ങളും ഭക്ഷണങ്ങളുമായിക്കൊണ്ട്, ബിമാ കാനൂ യഅമലൂൻ അവരുടെ കർമ്മഫലമായിട്ട്. വഅമ്മല്ലദീന ഫസഖൂ ഫമഅ്വാഹുമുൻ നാറു, അപ്പോൾ തെറ്റ് ചെയ്ത ആളുകൾ അവരുടെ അഭയകേന്ദ്രം നരകമാകുന്നു. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അവരെ അതിലേക്ക് തന്നെ മടക്കി വിടുകയും ചെയ്യുന്നുണ്ട്. വഖീല ലഹും, അവരോട് പറയപ്പെടുകയും ചെയ്യും, ദൂഖൂ അദാബന്നാരില്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ കളവാക്കിയിരുന്ന ആ നരകശിക്ഷയെ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുകയും ചെയ്യുന്നു. ഇതാണ് നിർത്തിയത്. ഇനി അതിന്റെ ബാക്കിയാണ് 21 ആയത്ത് നമുക്ക് എടുക്കാനുള്ളത്. വല നുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വല നുദീഖന്നഹും, നാം അവരെ അനുഭവിപ്പിക്കും എന്നാണ്, രുചിപ്പിക്കും എന്നർത്ഥം. മിനൽ അദാബിൽ അദ്നാ, ചെറിയ ശിക്ഷയെ, ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷയുടെ മുമ്പായി. ലഅല്ലഹും യർജിഊൻ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അവർ മടങ്ങി വരാൻ വേണ്ടിയാണ്. വല നുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ എന്നുള്ളത് അവരെ നാം ചെറിയ ശിക്ഷ അനുഭവിപ്പിക്കുന്ന, അൽ അദ്ന എന്ന അവിടെ തഫ്സീർ ജലാലൈനി കൊടുത്ത അദാബ് ദുനിയ, ദുന്യാവിലെ ശിക്ഷകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാഖ അദാഖ, അദാഖയിൽ നിന്നാണ്, ദാഖാറ ടേസ്റ്റ് ചെയ്തു എന്നാണ്, അദാഖ മറ്റൊരാളെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു, അതായത് രുചിപ്പിച്ചു. ലനുദീഖന്നഹു, തീർച്ചയായിട്ടും നാം അവരെ രുചിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും എന്നുള്ള അർത്ഥത്തിൽ. അൽ അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, അൽ അദ്ന പറഞ്ഞാൽ ചെറിയ എന്നുള്ള അർത്ഥം. അദ്ന എന്ന വാക്കിന്റെ അർത്ഥം അടുത്തത് എന്നാണ്. ഇപ്പോ ഇമാം റാസി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ എടുക്കുന്നിടത്ത് പറയുന്നുണ്ട്, പിന്നെ യാനി ഖബല അദാബിൽ ആഖിറത്തി നുദീഖുഹും അദാബ് ദുനിയ, ആഖിറത്തിലെ വലിയ ശിക്ഷ വരാൻ പോകുന്നുണ്ട്, അതിന് മുമ്പ് ദുനിയാവിൽ തന്നെ ചെറിയ ശിക്ഷകൾ അവരെ അനുഭവിപ്പിക്കുന്നതാണ്. എന്താ അങ്ങനെ അദ്ന എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അടുത്തത് എന്നാണ്. പിന്നെ ദുന്യാവിലെ ശിക്ഷ പെട്ടെന്നുണ്ടാകുന്നത് കൊണ്ടായേക്കാം അതിന് ഫൈന അദാബ് ദുനിയ ലാ നിസ്ബത്ത് ലഹു ഇല അദാബിൽ ആഖിറ, ദുന്യാവിലെ ശിക്ഷകൾ ആഖിറത്തിലെ ശിക്ഷയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒന്നുമല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശിക്ഷയാണ് ആഖിറത്തിലുള്ളത്. അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്നും അല്ല, വളരെ ചെറുതാണ് അർത്ഥം. കാരണം ലാന അദാബ് ദുനിയ ലായക്കുനു ശദീദൻ, ദുന്യാവിലെ ശിക്ഷ ഒരിക്കലും ശക്തമാകൂല എന്നാണ്. വലായക്കുനു മദീദൻ, ദീർഘകാലമുള്ളതും ആകൂല. കാരണം ഈ ദുനിയാവിൽ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ശിക്ഷ കടുപ്പിച്ചാൽ എന്താ ഉണ്ടാകുക, അതോടുകൂടെ മരണം സംഭവിക്കും. ഇപ്പൊ നമ്മൾ ഒരാളെ അടിക്കുകയാണ്, ശക്തി ഒരു പരിധിയിലപ്പുറം അടി ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കും. വേറെ എന്തെങ്കിലും ശിക്ഷാമുറകൾ കൊടുക്കുകയാണ്, ഒരു നോർമൽ ലെവലിൽ സഹിക്കും, അതിലപ്പുറം എത്തുന്ന സമയത്ത് മരണപ്പെട്ടു പോകും. അപ്പോൾ ശക്തി കൂട്ടാന് അതേപോലെ ശിക്ഷ കൊടുത്താൽ എത്ര കാലം കൊടുക്കാൻ കഴിയും? ആഖിറത്തില് അറ്റമില്ലാത്ത കാലം, 100, 200, 1000 അല്ലാത്ത അറ്റമല്ലാത്ത കാലം ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്നതോട് ചേർത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരാളുടെ ആയുസ് വളരെ കുറഞ്ഞ കാലമാണ്. അപ്പോ ഇവിടെയുള്ള ശിക്ഷകള് അത് ചെറിയ ശിക്ഷകൾ മാത്രമാണ്, ഇനി എത്ര കടുപ്പിച്ചു കൊടുത്താലും എന്നർത്ഥം. പിന്നെ ഈ അതിനെയും അടുത്തിനാന്ന വാക്കിന്റെ അർത്ഥം അടുത്തത് എന്നാണ്. ദുന്യാവിലെ ശിക്ഷകൾ നമ്മളോട് ഉടനെ ലഭിക്കുന്ന, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ
ആ, നമുക്ക് ഉടനെ കിട്ടുന്നതായതുകൊണ്ട് ഏറ്റവും അടുത്തതാണ്. അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് അനുഭവിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് തിരിച്ചറിവ് കിട്ടും. ആ തിരിച്ചറിവ് അവരെ തിരിച്ചു മടങ്ങാനും അള്ളാഹുവിലേക്ക് മടങ്ങി വരാനും തൗബ ചെയ്തു വരാനുള്ള കാരണം ആണ്. ലഅല്ലഹും യർജിഊൻ, അവര് അള്ളാഹുലേക്ക് മടങ്ങി വന്നേക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ വലിയ തെറ്റുകൾ ചെയ്തു പോകുന്ന ആളുകൾ ദുനിയാവിൽ നിന്ന് ചില ശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് അള്ളാഹുവിനെ തിരിച്ചറിയുകയും അള്ളാഹുലേക്ക് മടങ്ങണം എന്നുള്ള ചിന്ത വരികയും നല്ല മാർഗത്തിലേക്കാവുകയും ചെയ്യും. അപ്പോ അടുത്ത ശിക്ഷ ചെറുതാണ് എന്നുണ്ടെങ്കിലും അതിന് മനുഷ്യന് തിരിച്ചറിവ് കൊടുക്കാനുള്ള കഴിവ്, ഹിദായത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മുമ്പിലൊരു അവസരം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ അതിന് പ്രാധാന്യമുണ്ട്. പിന്നെ പലപ്പോഴും വലിയ ശിക്ഷ ഒരുപാട് കാലം കഴിഞ്ഞ് വരാനുണ്ട് എന്നുള്ളതിനേക്കാളും അടുത്ത് പെട്ടെന്ന് തന്നെ ശിക്ഷ ലഭിക്കും എന്ന് തോന്നുമ്പോൾ മനുഷ്യൻ അതിൽ നിന്ന് മാറി നിൽക്കും. അപ്പോ അള്ളാഹുവിന് തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷയുടെ മുമ്പ് ചെറിയ ശിക്ഷ കൊടുക്കുന്നതാണ് ലഅല്ലഹും യർജിഊൻ, അവര് മടങ്ങി വരാൻ വേണ്ടി എന്ന്. ഒരു തഫ്സീർ ജലാലിന് ഒന്നുകൂടി അർത്ഥമാക്കാം. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, അടുത്ത ശിക്ഷ കൊടുക്കും, ചെറിയ ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാബ് ദുനിയാണ്, ദുനിയാവിലെ ശിക്ഷയാണ്. അത് ബിൽ ഖത്ലി, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നേരെ നേരെ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോരാട്ടങ്ങളിൽ, യുദ്ധങ്ങളിൽ വധം, വധിച്ചു കളയൽ, ഖത്ല് നടന്നിട്ടുണ്ട്. അപ്പോൾ ഖത്ല് പറഞ്ഞ വധം. വൽ അസ്ർ, ബന്ദിയായി പിടിച്ചു കൊണ്ടുപോവുക. അപ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെടുകയോ പരാജയപ്പെട്ടിട്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ബന്ദികളായി കൊണ്ടുപോകുന്ന അവസ്ഥ അത് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. വൽ ജദ്ബ് സിനീന, പിന്നെ വരൾച്ചയുടെ വർഷങ്ങൾ വന്നിട്ടുണ്ട്. വല്ല അമ്രാദ്, രോഗങ്ങൾ വരും. അപ്പൊ വരൾച്ചയും അമ്രാദ്, മറത് അമ്രാദ് പറഞ്ഞ രോഗങ്ങൾ, ചെതുബ് പറഞ്ഞ വരൾച്ച, പിന്നെ ഖത്ല് പറഞ്ഞാൽ വധം, അസ്ർ പറഞ്ഞ ബന്ദിയാക്കൽ, ഇങ്ങനത്തെ പല മാർഗങ്ങളിലൂടെയും ദുനിയാവിൽ നിന്ന് ശിക്ഷകൾ വരാറുണ്ട്. ദൂന എന്ന് പറഞ്ഞപ്പെട്ട തഫ്സീർ ജലാനി ഖബിലൽ അദാബിൽ അക്ബർ, ഖബില എന്നാണ് മുമ്പ് എന്നാണ്, അൽ അദാബിൽ അക്ബർ വലിയ ശിക്ഷക്ക് മുമ്പ് ദുനിയാവിൽ ശിക്ഷ കൊടുക്കാറുണ്ട്. അദാബുൽ അക്ബർ വലിയ ശിക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ അദാബുൽ ആഖിറ, പരലോകത്തെ ശിക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. ലഅല്ലഹും ഐ മൻ ബഖിയ മിൻഹും, അവരിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾ യർജിഊന ഇലൽ ഈമാനി, ഈമാനിലേക്ക് മടങ്ങാൻ വേണ്ടി എന്നുള്ളത്. ഇപ്പൊ ചില ആളുകൾക്ക് അള്ളാഹു രോഗം കൊടുത്ത, രോഗം കാരണമായിട്ട് മരണം സംഭവിക്കുമ്പോഴായിരിക്കും പിന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് തൗബ ചെയ്ത് മടങ്ങണം, നല്ല വഴിയിലേക്ക് പോരണം എന്ന് വരും. ചില ആളുകൾക്ക് അവർക്ക് അസുഖം വരുമ്പോൾ തന്നെ തിരിച്ചറിവ് ലഭിച്ചുകൊണ്ട് നല്ല മാർഗത്തിലേക്ക് എത്തും. അതൊക്കെ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലേക്ക് എത്താനുള്ള തൗഫീഖുള്ളവർക്കുള്ള ഓരോ മാർഗമാണ്. അല്ലാത്തവർ ആ ശിക്ഷ അനുഭവിച്ച് നാളെ പരലോകത്ത് പോയിട്ട് അവിടുന്ന് ശിക്ഷ അനുഭവിക്കും. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. വമൻ അദ്ലമു, ആരാണ് വലിയ അക്രമിയായിട്ടുള്ളത്? മിമ്മൻ, ഒരാളേക്കാൾ, ദുക്കിറ ബി ആയാതി റബ്ബിഹി, പരിശുദ്ധ ഖുർആന് ഓതിക്കൊണ്ട് അവരൊക്കെ നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കപ്പെട്ടു. ആ സമയത്ത് പിന്നെ സുമ്മ അഅറള അൻഹാ, പിന്നെ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അപ്പൊ നല്ല ഉപദേശങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് സ്വീകരിക്കാതെ അതിനെ തൊട്ട് തെരിഞ്ഞു കളഞ്ഞവനേക്കാൾ വലിയ അക്രമി ആരാണ്? അതെ, അവനാണ് ഏറ്റവും വലിയ അക്രമി എന്ന അർത്ഥത്തിൽ. ഇന്ന, അല്ലാഹു തആല പറയണ, നാം മിനൽ മുജ്രിമീന, തെറ്റ് ചെയ്യുന്നവരിൽ നിന്ന് മുൻതഖിമൂൻ, പ്രതികാരം എടുക്കുന്നതാണ്. പ്രതികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ. അദ്ലമ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ തിന്മ, ദുൽമ, അക്രമം ചെയ്തു എന്നാ. വമൻ അദ്ലമു, ആരാണ് വലിയ തെറ്റ് ചെയ്യുന്നവൻ, അക്രമം ചെയ്യുന്നവൻ? മിമ്മൻ, ഒരാളേക്കാൾ, ഒരാളേക്കാൾ വലിയ ആരാണ്? മിമ്മൻ ദുക്കിറ ബി ആയാത്തി റബ്ബിഹി, അള്ളാഹുവിന്റെ ആയാത്തുകളെ കൊണ്ട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ആയാത്തി റബ്ബിഹി എന്നുള്ളതിന് അവിടെ തഫ്സീർ ജലാലിന് വ്യാഖ്യാനം കൊടുക്കുന്ന ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹിദായത്തിന്റെ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സുമാറത അൻഹ, പിന്നീട് അതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. അയറത പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു. അൻഹ, ആ ഉപദേശങ്ങളെ തൊട്ട്, അള്ളാഹുവിന്റെ ഖുർആനെ തൊട്ടും ആയാത്തുകളെ തൊട്ടും തിരിഞ്ഞു കളഞ്ഞാൽ
അവനേക്കാൾ വലിയ അക്രമി ആരാണെന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ ഉദ്ദേശം എന്താണ്? ലാ അഹദുൻ അദ്ലം മിൻഹു, അവനേക്കാൾ അക്രമിയായിട്ട് മറ്റാരുമില്ല. അഹദ് പറഞ്ഞ ഒരാളുമില്ല. അദ്ലമ മിൻഹു, ഇവനേക്കാൾ വലിയ അക്രമിയായിട്ട് മറ്റൊരാളില്ല. ഇവനാണ് ഏറ്റവും വലിയ അക്രമി. അതായത് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ഇത് നല്ല ഉപദേശങ്ങൾ നൽകപ്പെട്ട സമയത്ത് അത് സ്വീകരിക്കാതെ തിരിഞ്ഞു കളഞ്ഞവനേക്കാൾ വലിയ അക്രമിയില്ല. ഇന്ന നാം മിനൽ മുജ്രിമീന, തെറ്റ് ചെയ്യുന്നവരിൽ നിന്ന്, ഐ അവിടെ മുശ്രിക്കീന എന്ന തഫ്സീർ ജലാലൈനി അവിടെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് വിഗ്രഹങ്ങളെ പങ്കു ചേർക്കുകയും അള്ളാഹുവിനെ നിഷേധിക്കുകയും മറ്റുള്ളവരെ ആരാധിക്കുകയും ചെയ്യുന്ന ആ കുറ്റവാളികളോടും അക്രമികളോട് മുൻതഖിമൂൻ, പ്രതികാരമെടുക്കുന്നതാണ്. ഇതിന്റെ വ്യാഖ്യാനം അങ്ങനെ പറഞ്ഞു. തഫ്സീർ ജലാലൈനി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിയ പിന്നെ ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയാണ്, സലാസുൻ മൻ ഫഅലഹുന്ന ഫഖദ് അജ്റമ, മൂന്ന് തെറ്റുകൾ അതൊരാൾ ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് അജ്റമ, അവൻ തിന്മ ചെയ്തിരിക്കുന്നു, കുറ്റം ചെയ്തിരിക്കുന്നു. മിനൽ മുജ്രിമീന മുൻതഖിമു എന്ന് പറഞ്ഞല്ലോ, അജ്റമ കുറ്റവാളികളിൽ നിന്ന് അള്ളാഹു പ്രതികാരം എടുക്കുന്നു. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒരാൾ പ്രവർത്തിച്ചാൽ ഫഖദ് അജ്റമ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്. ഒന്ന്, മൻ അഖദ ലിവാഅൻ ഫി ഗൈരി ഹഖിൻ, അനർഹമായ ഒരു വിഷയത്തിൽ, അവകാശമില്ലാത്തൊരു വിഷയത്തിൽ കൊടി കെട്ടിയും കൊണ്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ യുദ്ധം നയിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, അർഹമായ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടാം, അതേസമയം അനർഹമായ ഒരു വിഷയത്തിന് പോരാടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ കുറ്റം ചെയ്തിരിക്കുന്നു, അള്ളാഹു അവനിൽ നിന്ന് പ്രതികാരം എടുക്കുന്നു അർത്ഥം. രണ്ടാമത്, അക്ക വാലിദഹി, മാതാപിതാക്കളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടിപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. ആ തെറ്റിന് പലപ്പോഴും പിന്നെ നമുക്ക് ദുന്യാവിൽ നിന്ന് തന്നെ അതിൻ്റെ ശിക്ഷ നേരിടുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്. മാതാപിതാക്കൾക്ക് അത് ചില തിന്മകൾക്ക് അള്ളാഹു ദുന്യാവിൽ നിന്ന് തന്നെ ശിക്ഷ കൊടുക്കും. അതിൽപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക, ഉപദ്രവിക്കുക എന്നുള്ളത്. അപ്പൊ അക്ക വാലിദേഹി, മാതാപിതാക്കളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ, ഔ മൂന്നാമത്തത് മഷാമ ലാലിബിൻ യൻസുറുഹു, ഒരു അക്രമിയെ സഹായിക്കാൻ വേണ്ടി അവന്റെ കൂടെ നടന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്ത് തിന്മയെ സഹായിച്ചു കഴിഞ്ഞാൽ ഫഖദ് അജ്റമ, അവൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാണ്, ഇന്നാമിനൽ മുജ്രിമീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഈ വാക്ക്, ഇന്നാമിനൽ മുജ്രിമീന മുൻതഖിമൂൻ, നാം കുറ്റം ചെയ്തവരിൽ നിന്ന്, പാപം ചെയ്തവരിൽ നിന്ന് പ്രതികാരമെടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല കേട്ടോ, പാപങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ പറഞ്ഞു കൊടുത്ത, ഓരോ സന്ദർഭങ്ങളിലും ആളുകൾക്കനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും അത് ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആളുകളുടെ അവസ്ഥക്കനുസരിച്ചിട്ടുള്ള പാപങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുക. ഇതടങ്ങുന്ന മറ്റു പാപങ്ങളുണ്ട്. ഏതായാലും ഈ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതിന് പ്രതികാരം എടുക്കുന്നതാണ്. അടുത്ത ആയത്ത്, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ. വലഖദ് ആതൈന, നാം നൽകിയിരിക്കുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അൽ കിതാബ, ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അള്ളാഹു പറയാണ്, ആതൈന, നാം നൽകിയിരിക്കുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അൽ കിതാബ, വേദഗ്രന്ഥം തൗറാത്ത് നൽകിയിട്ടുണ്ട് എന്നർത്ഥം. ഫലാ തകുൻ ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ, ഫലാ തകുൻ, നിങ്ങളായി മാറരുത്, ഫീ മിറിയത്തിൻ, സംശയത്തിലാകരുത്, മിൻ ലിഖാഇഹി, അവരെ കണ്ടുമുട്ടിയതിൽ നിന്ന്. വജഅൽനാഹു, നാം ആക്കിയിരിക്കുന്നു, ഹുദൻ ലി ബനി ഇസ്രായീല, ബനു ഇസ്രായേലുകാർക്ക് പിന്നെ സന്മാർഗമാക്കിയിട്ടുണ്ട് ആ തൗറാത്തിനെ. അവർക്ക് അത് പഠിക്കുകയും ഇതാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സന്മാർഗത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാക്കിയിട്ടുണ്ട്. അത് തഫ്സീർ ജലാലിനിയോട് പറയുന്നത്, വലക്കത് ആതൈന മൂസൽ കിതാബ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിതാബ് നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗറാത്ത് നൽകി എന്നാണ്. ഫലാ തകുൻ ഫീ മിറിയത്തിൻ, മിറിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഷക്ക്, സംശയം എന്നാണ്. ഫലാ തകുൻ ഫീ മിറിയത്തിൻ, നിങ്ങൾ സംശയത്തിലാകരുത്, മിൻ ലിഖാഇഹി, അവരെ കണ്ടുമുട്ടിയതിൽ നിന്ന്. അതായത് അവിടെ തഫ്സീർ ജലാലൈനി ഇതിലെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നു. വഖദിൽ തഖയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവർ രണ്ടുപേരും കണ്ടുമുട്ടിയിരിക്കുന്നു, ലൈലത്തുൽ ഇസ്രാഇന്റെ രാത്രിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാപ്രയാണം നടത്തിയ, നടത്തിയ ആ രാത്രിയിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഞാനിങ്ങനെ യാത്ര പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യാത്ര പോയതിലെ പ്രവാചകന്മാരെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മറ്റു പലരെയും കണ്ടുമുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അഞ്ച് വക്ത് നിസ്കാരത്തെ ഫറലാക്കി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വിശ്വാസികൾ വിശ്വസിച്ചു. അവിശ്വാസികൾ അല്ലെങ്കിൽ പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാനുള്ളൊരു വഴിയും ആയിട്ടുണ്ട്. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. ഫലാ തകുൻ ഫീ മിറിയത്തിൻ മിൻ ലിഖാഇ, കണ്ടുമുട്ടിയതിൽ നിങ്ങൾ സംശയിക്കരുത്. വജഅൽനാഹു, അവിടെ നാം അദ്ദേഹത്തെ ആക്കിയിട്ടുണ്ട് എന്നുള്ള ഹു എന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ലമീർ മടക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്മാർഗത്തിലാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഹു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിതാബിലേക്ക് ലമീർ മടക്കിയാലോ, ആ കിതാബിനെ ആക്കി മാറ്റിയിട്ടുണ്ട്, സന്മാർഗമാക്കിയിട്ടുണ്ട്. ഹാദി എന്നാണ് സന്മാർഗത്തിലേക്ക് ആക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അത് തൗറാത്ത് എന്ന ഗ്രന്ഥവും അവർക്ക് പ്രാപിക്കാൻ, സന്മാർഗത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു മാർഗമായി മാറിയിട്ടുണ്ട്. രണ്ട് വ്യാഖ്യാനിച്ചാലും തത്വത്തിൽ ഒന്ന് തന്നെയാണ്. അവിടെ രണ്ടും വ്യാഖ്യാനിച്ചവരുണ്ട്. അതുകൊണ്ടാണ് മൂസ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കിതാബ്. ഹൂ എന്നുള്ള ദമീർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് മടങ്ങിയാൽ വജഅൽനാഹു, മൂസാ നബിയെ നാം സന്മാർഗത്തിനുള്ള മാർഗം ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അൽ കിതാബ, വജഅൽനാഹു, കിതാബിനെ നാം ആക്കിയിട്ടുണ്ട്, ഹുദൻ സന്മാർഗത്തിലേക്കുള്ള മാർഗമാക്കിയിട്ടുണ്ട്. അവിടെ തഫ്സീർ ഇബ്നു കസീർ ഫലാ തകുൻ ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി എന്ന് പറഞ്ഞുകൊടുത്ത് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് പറയുന്നത്, യാനി ബിഹി ലൈലത്തുൽ ഇസ്രായി, ഇസ്രാഇന്റെ രാത്രിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി എന്നുള്ളതിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട എന്നാണ്. എന്നിട്ട് അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയം പറയുന്ന ഹദീസും തഫ്സീർ ജലാലൈനോട് അടുത്ത് വെക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരീതു ലൈലത്തൻ ഉസ്രിയ ബിഹി, ഞാൻ രാപ്രയാണം നടത്തിയ, ഇസ്രാ നടത്തിയ രാത്രിയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് മൂസബിന് ഇമ്രാൻ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്ന് പറയുന്ന ദീർഘമായ ഒരു ഹദീസാണ്. അതിന്റെ കണ്ടുമുട്ടി എന്നുള്ള ആ ഒരു ഭാഗം മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. അടുത്തത് വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബി അംരിന ലമ്മാ സബറു വകാനു ബി ആയാതിനാ യുഖിനൂൻ. വജഅൽനാ മിൻഹും, ആ ബനു ഇസ്രായേലുകാരിൽ നിന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ നിന്ന് ആക്കിയിട്ടുണ്ട് ഇമ്മത്തൻ, ഇമാമുമാരെ, എല്ലാവർക്കും പിൻപറ്റാവുന്ന നേതാക്കളെ ആക്കിയിട്ടുണ്ട്, ഇമാമുമാരെ ആക്കിയിട്ടുണ്ട്. യഹ്ദൂന ബി അംരിന, അവര് സന്മാർഗത്തിലായിട്ടുണ്ട്, ബി അംരിന, നമ്മളുടെ കൽപ്പനയനുസരിച്ച്, ലമ്മാ സബ്രു, അവർ ക്ഷമിച്ചപ്പോൾ, ക്ഷമ കൈക്കൊണ്ട സമയത്ത് അവർ സന്മാർഗത്തിലാവുകയും നാം അവരെ വലിയ ഇമാമുമാർ അല്ലെങ്കിൽ പിന്തുടരപ്പെടാൻ പറ്റുന്ന, ആളുകളെ സന്മാർഗത്തിലാക്കാൻ പറ്റുന്ന ഇമാമുമാരാക്കുകയും ചെയ്തിട്ടുണ്ട്. വക്കാനു ബി ആയാത്തിന യൂഖിനൂൻ, വക്കാനു, അവരായിരുന്നു, ബി ആയാത്തിന, നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, യൂഖിനൂൻ, ഉറപ്പിക്കുന്നവരായിരുന്നു. അപ്പോൾ വജഅൽന മിൻഹും അഇമ്മത്തൻ എന്നുള്ളിടത്ത് അഇമ്മത്ത് എന്നുള്ള രണ്ട് ഹംസ വരുന്ന സമയത്ത് തഫ്സീർ ജലാലൈനി അവിടെ പറയാണ് ബി തഹ്ഖീഖിൽ ഹംസത്തൈനി, രണ്ട് ഹംസയെയും അ ഇ എന്ന് വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് ഖിറാഅത്തുണ്ട്. ഇബ്ദാലി സാനിയത്ത് യാ അൻ, ഒന്നാമത്തേത് നേരെ ഹംസയായിട്ടും രണ്ടാമത്തേതിനെ യാ ആയി മറിച്ചുകൊണ്ടും ഉണ്ട്. അർത്ഥമാണ് അയിമ്മത്തൻ അൽ ഖാദത്ത്, നേതാക്കന്മാർ എന്ന് പറയും, നയിക്കുന്ന ആളുകൾ എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോ വജഅൽന മിൻഹും, ആ ബനു ഇസ്രായേലുകാരിൽ നിന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ നിന്ന് നാം ആക്കിയിട്ടുണ്ട് ഇമ്മത്തൻ, ഇമാമുമാരെ ആക്കിയിട്ടുണ്ട്. യഹ്ദൂന, അവര് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന രണ്ടാസ ജനങ്ങളെ, ബി അംരിന, നമ്മളുടെ കൽപ്പനയനുസരിച്ച്. എങ്ങനെ അപ്പോൾ ഇമാമാരാക്കി? ലമ്മാ സബറു അലാ ദീനിഹിം, അവരവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ക്ഷമിച്ചു നിന്നപ്പോൾ, ഒരുപാട് പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ പലതും സംഭവിച്ചു. ആ സമയത്ത് ക്ഷമിച്ചപ്പോൾ, ക്ഷമ കൈകൊണ്ട് നിന്നപ്പോൾ, ജനങ്ങളെ ഹിദായത്തിലാക്കുന്ന ഇമാമമാർ ആക്കി മാറ്റുന്നവരെ. അലാ ദീനിഹിം വ അലൽ ബല, എന്ന ദീനിന്റെ മേൽ ക്ഷമിച്ചു നിന്നു, വ അലൽ ബല മിൻ അദുവിഹിം, ശത്രുവിൽ നിന്നുള്ള പരീക്ഷണത്തിന്റെ മേലും ക്ഷമിച്ചു നിന്നു. ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം. മിൻ അദുവിഹിം, ശത്രുവിൽ നിന്ന് അവര് പരീക്ഷണങ്ങൾ വന്ന സമയത്ത് അതും ആ സമയത്ത് ക്ഷമ കൈകൊണ്ട് നിന്ന കാരണത്താൽ നാം അവരെ ഇമാമരാക്കി. ലമ്മാ സബറു എന്നുള്ളിടത്ത് വഫീ ഖിറാഅത്തിൻ, മറ്റൊരു ഖിറാഅത്തില് ബി കസ്രിൽ ലാമി
തഖ്ഫീഫിൽ മീമി ലിമാ സബറു എന്ന് വന്നിട്ടുണ്ട്. ലാമിന് കസ്റും മീമ് ഷദ്ദില്ലാതെ തഖ്ഫീഫായിട്ട് അപ്പൊ ലിമാ എന്ന് വരും. ലിമാ സബറു അവർ ക്ഷമിച്ച കാരണത്താൽ എന്ന് ഇല്ലത്തിന്റെ ലാം കാരണം വിശദീകരിക്കുന്ന ക്ഷമ കൈക്കൊണ്ട കാരണത്താൽ എന്നുള്ള ലിമാ സബറു എന്നും ഖിറാഅത്തിൽ വന്നിട്ടുണ്ട്. കാനു അവരായിരുന്നു ബി ആയാത്തിന നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ആയാത്തുകളെ കൊണ്ട്. എങ്ങനത്തെ ആയാത്ത് ദാലത്തി അല കുദ്റത്തിന അള്ളാഹു പറയുന്നത് എൻ്റെ കഴിവിൻ്റെ മേൽ കുദ്റത്ത് പറഞ്ഞ കഴിവിൻ്റെ മേൽ അറിയിക്കുന്ന ദാലത്താണ് അറിയിച്ചു തരുന്ന ആയാത്തുകളെ പിന്നെ വാഹദാനത്തിന് ഏകത്വത്തിന്റെ മേലിൽ അള്ളാഹു ഏകനാണ് എന്നുള്ളതും അള്ളാഹു ഖാദിറാണ് എന്നുള്ളതും അറിയിച്ചു തരുന്ന ആയാത്തുകളൊക്കെ ഒക്കെ യൂഖിനൂൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. ഇവിടെ ക്ഷമയുടെ പ്രാധാന്യമാണ്. അവരെ ഇമാമുമാരാക്കി ലമ്മ സബറു ക്ഷമ കൈകൊണ്ടപ്പോൾ എന്നാ പറഞ്ഞത്. അവിടെ തഫ്സീർ ഇബ്നു കസീറിൽ അലി റളിയല്ലാഹുവിന്റെ ഒരു വാക്കിനെ സഹാബാക്കൾ ചർച്ചക്കെടുക്കുന്നത് പറയുന്നുണ്ട്. അള്ളാഹു ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, അസ്സബറു മിനൽ ഈമാനി ബി മൻസിലത്തി റഅസി മിനൽ ജസദി. ശരീരത്തിന് തല ഏതുപോലെ പ്രധാനമാണോ എന്നതുപോലെ ഈമാന് ക്ഷമയും നിർബന്ധമാണ്. ഈമാൻ എന്നുള്ള ഒരു കാര്യം അത് നിലനിൽക്കണമെങ്കിൽ അതിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു ഘടകം ക്ഷമ എന്നുള്ളതാണ് എന്ന് അലി റളിയല്ലാഹു പറഞ്ഞു. അതിനെക്കുറിച്ച് സുഫിയാൻ റളിയല്ലാഹുവിനോട് ചോദിച്ച സമയത്ത് സുഫിയാൻ റളിയല്ലാഹു പറയണ അല തസ്മാ ഖൗലു, അത് പറയുന്നത് ശരി തന്നെയാണ്. ഒരു ശരീരത്തിന്റെ തല എത്ര പ്രധാനമാണോ അതുപോലെ ഈമാന് സബർ, ഈമാന് ക്ഷമ പ്രധാനപ്പെട്ടതാണ്. കാരണം അല തസ്മാ ഖൗലു അള്ളാഹു തന്നെ പറഞ്ഞിട്ടില്ലേ, വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബി അംരിനാ ലമ്മാ സബറു. അവരൊക്കെ ഇമാമാരാക്കിയത് ലമ്മ സബൂർ അവർ ക്ഷമ കൈക്കൊണ്ടപ്പോൾ എന്നല്ലേ. അപ്പൊ ക്ഷമയാണ് ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ക്ഷമ കൈക്കൊണ്ടത് കൊണ്ടാണ് അവരെ ഇമാമാരാക്കി ജനങ്ങളെ ഹിദായത്തിലേക്ക് വിളിക്കാന് നയിക്കാനുള്ള ആളുകളാക്കി മാറ്റിയത്. അപ്പോ ഇപ്പൊ വിശദീകരിക്കാൻ ലമ്മ അഹദു ബി റഅസിൽ അംരി സാറു റൂസൻ, കാര്യത്തിന്റെ തലയിൽ തന്നെ മുറുക്കിയപ്പോൾ പിടിച്ചു നിന്നപ്പോൾ അവര് തലയായി മാറി. അതായത് ക്ഷമ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എടുത്തവരണിഞ്ഞപ്പോൾ അവര് നേതാക്കന്മാരായി മാറി, ഖാദത്ത് അല്ലെങ്കിൽ ഇമ്മത്ത് ആയി മാറി എന്ന് പറഞ്ഞു. അതാണ് ക്ഷമയുടെ പ്രാധാന്യം. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ഇന്ന റബ്ബക തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാവ് ഹുവ യഫ്സിലു അവൻ തീർപ്പ് കൽപ്പിക്കുന്നതാണ് ബൈനഹും അവർക്കിടയിൽ യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ അവർ അഭിപ്രായ വ്യത്യാസമായ എല്ലാ കാര്യങ്ങളിലും. ഇന്ന റബ്ബക തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ഹുവ യഫ്സിലു അവൻ തീർപ്പ് കൽപ്പിക്കുന്നതാണ് ബൈനഹും അവർക്കിടയിൽ യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ. ഫീമ ഒരു വിഷയത്തിൽ, ഏതാ വിഷയം? കാനു ഫീഹി ആ വിഷയത്തിന്റെ കാര്യത്തിൽ അവരായിരുന്നു യഖ്തലിഫൂന വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരായിരുന്നു. അപ്പോൾ ദുനിയാവിലാകുന്ന സമയത്ത് പലതിലും അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചിന്താഗതികളൊക്കെ ആയിട്ടൊക്കെ നടക്കുന്നവരുണ്ടാകും. ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് നാളെയും അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് അള്ളാഹു ശരി ശരിയായിട്ടും തെറ്റ് തെറ്റായിട്ടും തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ഫീബക്കർ യഖ്തലിഫൂന മിൻ അംരി ദീനി, ദീനിന്റെ വിഷയത്തിൽ യഖ്തലിഫൂൻ എന്ന വ്യത്യാസം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അവിടെ തഫ്സീർ ജലാലി കൊടുക്കുക മിൻ അംരി ദീനി, ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവാണ് ഇലാഹ്, അള്ളാഹുവാണ് ആരാധനക്ക് അർഹൻ, അള്ളാഹു അല്ലാതെ മറ്റാരും അർഹനല്ല എന്നുള്ള കാര്യം ഇപ്പോൾ വിശ്വാസികൾ പറയുമ്പോൾ അള്ളാഹു അല്ല വേറെ പലരുമാണ് എന്ന് പല ചിന്താഗതിക്കാരും പല വാദഗതിക്കാരും പറയും. ഇതിലേത് ശരി അള്ളാഹു ആണ് എന്ന് പറയുന്നത് ശരിയെന്നും ഏത് തെറ്റ് അള്ളാഹു അല്ലാത്തത് തെറ്റാണ് എന്നുള്ളതൊക്കെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ് എന്ന്. അതായത് തഫ്സീർ ഖുർത്തുബി അവിടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, യൗമൽ ഖിയാമയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഐ യഖ്ലി അള്ളാഹു വിധി പറയുന്നതാണ്, വയഹ്കുമു വിധിക്കുന്നതാണ്, ബൈനൽ മുഅ്മിനീന വൽ കുഫാരി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കിടയിലും വൽ കുഫാരി അള്ളാഹുവിനെ നിഷേധിക്കുന്ന കാഫിര്യങ്ങൾക്കിടയിലും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിധി പറയുന്നതാണ്. ഫയുജാസി കുല്ലം ബിമാ യസ്തഹിഖ് ഓരോരുത്തർക്കും അവരർഹിക്കുന്ന പ്രതിഫലവും നൽകുന്നതാണ്. അവലം യഹ്ദി ലഹും കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാതിൻ അഫലാ യസ്മഊൻ. അവലം യഹ്ദി ലഹും അവർക്ക് അല്ലാഹു വ്യക്തമാക്കി കൊടുത്തിട്ടില്ലേ,
കം അഹ്ലക്ന എത്രയാണ് നാം നശിപ്പിച്ചത് മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി മുമ്പ് ജീവിച്ചിരുന്ന സമുദായങ്ങളിൽ നിന്ന് യംഷൂന അവർ നടന്നു പോകുന്നുണ്ട് ഫി മസാക്കിനിഹിം അവരുടെ താമസ സ്ഥലത്തിലൂടെ. പണ്ട് വലിയ നാഗരികതയായി ജീവിച്ച് പിന്നെ അള്ളാഹുവിന്റെ കോപത്തിനിരയായി ശിക്ഷ ഇറങ്ങി നശിച്ചു പോയ അവരുടെ വാസസ്ഥലങ്ങളിലൂടെയാണ് അവരുടെ ഷാമിലേക്കുള്ള യാത്രയിലൊക്കെ കടന്നു പോകുന്നത്. ഇറാഖിലേക്കും മറ്റൊക്കെ യാത്ര പോകുന്ന സമയത്ത് അവർ കടന്നു പോകുന്ന വഴിയിലാണ് മുമ്പ് ജീവിച്ചു പോയിരുന്ന ആളുകളുടെ അവശിഷ്ടങ്ങൾ ഉള്ളത്. അതിൽ നിന്നറിയാം എത്രയോ സമുദായത്തെ അല്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവർക്കറിയാം. അവർക്ക് വ്യക്തമാക്കി ഞാൻ കൊടുത്തിട്ടില്ലേ എന്നാണ്. ഇന്ന ഫീ ദാലിക ആയ തീർച്ചയായിട്ടും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ യസ്മഊൻ അവരിതൊന്നും കേൾക്കുന്നില്ലേ എന്ന്. അവലം യഹ്ദി ലഹും അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടില്ലേ എന്നുള്ളത് അവിടെ തഫ്സീർ ജലാലൈനി അവിടെ കൊടുക്കുന്നു. ഐ യതബയ്യന ലികുഫാരി മക്കത്ത മക്ക കാഫിര്യങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടില്ല. ബയ്യനാറിനെ വ്യക്തമാക്കി യതബയ്യൻ ഐ യഹ്ദി എന്ന് പറഞ്ഞാൽ അവിടെ യതബയ്യനു എന്നുള്ള അർത്ഥത്തിലാണ് വ്യക്തമാക്കി കൊടുത്തിട്ടില്ലഹും അവർക്ക് കം അഹ്ലക്കിന എത്രയാണ് നാം നശിപ്പിച്ചത് മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പ്. യതബയ്യൻ ലികുഫാരി മക്കത്ത ഇഹ്ലാക്കന കസീറൻ അഹ്കം അഹ്ലക്കന കസീർ എന്ന ഇഹ്ലാക്കന ധാരാളമായി നാം നശിപ്പിച്ചതിനെ നാം അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടില്ലേ. മിനിൽ ഖുറൂനി നൂറ്റാണ്ടുകൾ. കർണ് ഖുറൂനി പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വാക്കിന്റെ അർത്ഥം നൂറ്റാണ്ട് എന്നാണ്. ഇവിടെ ഉദ്ദേശം ആ നൂറ്റാണ്ടുകൾ ജീവിച്ചു പോയിരുന്ന അൽ ഉമമ് ഉമ്മത്ത് ഉമമ് പറഞ്ഞ സമൂഹം എന്ന ആ നൂറ്റാണ്ടുകളിൽ ജീവിച്ചു പോയ സമൂഹം. അപ്പൊ മുമ്പുള്ള എത്ര സമൂഹങ്ങളെയാണ് നാം നശിപ്പിച്ചത് എന്ന്. എന്ത് കാരണത്താൽ നശിപ്പിച്ചു? ബി കുഫ്രിഹിം അവരുടെ കുഫ്ർ കാരണമായിട്ട് അള്ളാഹുവിനെ നിഷേധിച്ചു എന്ന കാരണത്താൽ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടില്ലേ. യംഷൂന ഈ മക്കത്തെ മക്ക കുഫാറുകൾ നടന്നു പോകുന്നുണ്ട്. ഹാലുമിൻ ലമീൻ ലഹും യഹ്ദി ലഹും എന്ന് പറഞ്ഞില്ലേ അവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടില്ലേ എന്നുള്ള ആ ആളുകൾ യംഷൂന നടന്നു പോകുന്നുണ്ട് ഫി മസാക്കിനിഹിം അവരുടെ താമസ സ്ഥലങ്ങളിൽ അവർ ജീവിച്ചിരുന്ന ഏരിയകളിലൂടെ പ്രദേശങ്ങളിലൂടെ. മസ്കൻ എന്ന് പറഞ്ഞ താമസ സ്ഥലം എന്നാ. മുമ്പത്തെ സമൂഹം താമസിച്ചു പോയിരുന്ന ഭാഗങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നില്ലേ ഫി അസ്ഫാരിഹിം അവരുടെ യാത്രയിൽ. ഷാമിലേക്കുള്ള കച്ചവട യാത്രയിൽ അവർ കടന്നു പോകുന്നില്ലേ, പാസ് ചെയ്തു പോകുന്നില്ലേ. വഗൈരിഹ അതല്ലാത്ത യാത്രകളിലും ഫയാഴ്ത്തബിറു അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൂടെ എന്നാണ് ചോദ്യം. ഇന്ന ഫീ ദാലിക തീർച്ചയായിട്ടും ഇതിലുണ്ട് ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. ദലാലാത്തിൻ വ്യക്തമായി അറിയിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങൾ. അല ഖുദ്റത്തിന നമ്മളുടെ കഴിവിൻ്റെ മേൽ. അള്ളാഹു പറയാണ് നമ്മളുടെ കഴിവ് എത്രയാണ് ഒരു സമൂഹത്തെ ഒരു വിഭാഗത്തെ ശിക്ഷ ഇറക്കി നശിപ്പിക്കാനുള്ള കഴിവ് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അഫലാ യസ്മഊന സമാ തദബ്ബുരിൻ വത്തിആദിൻ അഫലാ യസ്മഊന അവർക്ക് കേട്ടുകൂടെ സമാ തദബ്ബുരിൻ ചിന്തിക്കുന്ന കേൾക്കല് വത്തിആദിൻ പാഠം ഉൾക്കൊന്ന കേൾക്കല്. ഈ സമയന വ അത്തഅനുണ്ട് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്നുണ്ട്. സമയന വ അസൈന കേൾക്കുകയും എതിര് പ്രവർത്തിക്കുകയും ചെയ്യലുണ്ട്. പറഞ്ഞതിന്റെ നേരെ വിപരീതം ചെയ്യുക. കേട്ടതിനെ ചെവിയിൽ നിന്ന് ഹൃദയത്തിലേക്കോ ചിന്തയിലേക്കോ കടത്തിവിടാതെ ആലോചിക്കുകയോ പാഠം ഉൾക്കൊള്ളുകയോ ചെയ്യാതെ ഒഴിവാക്കി വിടുന്നവരുണ്ട്. നമ്മൾ മലയാളത്തിൽ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവിയിലേക്ക് വിടുക എന്ന് പറയാറുണ്ട്. അതേസമയം കേട്ടത് ഹൃദയത്തിൽ തങ്ങി നിൽക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും അത് പ്രവൃത്തികളിൽ മാറ്റം കൊണ്ടുവരുമ്പോഴാണ് സമാ തദബ്ബുരിൻ എന്ന് പറയുന്നത്. തദബ്ബുറാൻ ചിന്താണ്, ചിന്തിക്കുന്ന കേൾക്കൽ. വത്തിആദിൻ പാഠം ഉൾക്കൊള്ളുന്ന കേൾക്കലും ചെയ്തു കൂടെ. അവലൻ യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർദ് അവർ കാണുന്നത്. അപ്പൊ അള്ളാഹു പിന്നെ ഇതിന്റെ ഇടയിലൊക്കെ പ്രകൃതിയിൽ നിന്നുള്ള തെളിവുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തെളിവുകൾ എടുത്തുകൊണ്ട് ഇതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ അല്ലെങ്കിൽ വിശദീകരിച്ച് തരികയാണ് അള്ളാഹു നമുക്ക്. അവലൻ യറൗ അവർ കാണുന്നില്ലേ അന്നാ നസൂഖുൽ മാഅ വെള്ളത്തെ നാം കൊണ്ടുവരുന്നുണ്ട് ഇലൽ അർദി ഭൂമിയിലേക്ക്. അൽ ജുർസി ഉണങ്ങിക്കിടക്കുന്ന ഭൂമികളിലേക്ക് വെള്ളത്തെ കൊണ്ടുവരുന്നുണ്ട്. ഫനുഖ്രിജു ബിഹി സർഅൻ അതിൽ നിന്ന് കൃഷിയെ നാം പുറപ്പെടുവിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഉണ്ടാക്കുന്നുണ്ട്. അതില് ചെടികളും മറ്റും മുളച്ചു പൊങ്ങുന്നുണ്ട്. പറഞ്ഞാൽ കൃഷി എന്നാണ്. ഫനുഖ്രിജു ബിഹി അതുകൊണ്ട് നാം വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, പുറത്തെടുക്കുന്നുണ്ട് കൃഷിയെ. തഅ്കുലു മിൻഹു അതിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ട് ആമുഹും അവരുടെ മാടുകൾ. വഅൻഫുസുഹും അവർ തന്നെയും.
അൻആം എന്ന് പറഞ്ഞാൽ അവരുടെ ഒട്ടകങ്ങള്, മാടുകള് എന്നൊക്കെയാണ്. അവര് സഞ്ചരിക്കുന്ന അന്നത്തെ കാലത്തെ വാഹനം എന്ന് പറയുന്നത് മൃഗങ്ങളാണ്. അവരുടെ മൃഗങ്ങള്, അവർ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ആ പുല്ലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹു മഴ കൊണ്ടുവന്ന്, മഴ പെയ്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പുല്ലുകളും ചെടികളും മുളക്കുന്നത്. അത് ഭക്ഷിച്ചിട്ടാണ് അവരുടെ ആടുകളും മറ്റും ജീവിക്കുന്നത്. അപ്പൊ അവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു സമയത്ത് മഴ കിട്ടിയാലാണ്, നമ്മളെ കേരള കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് അറിയാം, വേണ്ട രീതിയിൽ മഴ ലഭിച്ചാലാണ് കൃഷികൾ നടക്കുക, കൃഷി ഉണ്ടായാലാണ് ഭക്ഷണം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അഫലായുബ്സിറൂൻ, അവരത് കാണുന്നില്ലേ എന്ന്. അവലൻ യറോ, അവിടെ തഫ്സീർ ജലാലിന് അവലൻ യറോ അന്നാ നസൂഖുൽ മാ, സാഖ പറഞ്ഞാ കൊണ്ടുവന്നു എന്നാ. സാഖൽ മാ, വെള്ളത്തെ കൊണ്ടുവന്നില്ലല്ലോ അത് ഭൂമിയിലേക്ക്. അത് മഴയിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്താൽ അത് ഭൂമിയുടെ ഉള്ളിൽ മലമുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് ആ മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന നദികളായിട്ടും അരുവികളായിട്ടും ഓരോ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. എവിടേക്കില്ല അർദിൽ ജുറുസി അലിയ, ജുറൂസ് എന്നുള്ള അവിടുത്തെ തഫ്സീർ ജലാലിന് അലിയ ആബിസത്തി, ഉണങ്ങിയ ഭൂമികളിലേക്ക്. അല്ലത്തി ലാ നബാത്ത ഫിഹ, അവിടെ ഒരു ചെടികളും ഇല്ല, എല്ലാം ഉണങ്ങി പോയിട്ടുണ്ട്. അതിനാണ് ജുറുസ് എന്ന് പറയാം. ലിയാബിസത്താണ് ഉണങ്ങിയ, അല്ലത്തി ലാ നബാത്ത ഫിഹ, ചെടികളില്ലാതെ എല്ലാം ഉണങ്ങിപ്പോയിരിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളത്തെ കൊണ്ടുവരുന്നുണ്ട്. ഫനുഖ്രിജ് ബിഹി, അതിൽ നിന്ന് നാം പുറത്തെടുക്കുന്നുണ്ട് അൻ കൃഷി, തേക്കുലു മിൻഹുൽ അൻആമുഹും, അതിൽ നിന്ന് അവരുടെ മൃഗങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, അംഫുസുഹും, അവർ തന്നെയും ഭക്ഷിക്കുന്നുണ്ട്. ലാ യുബ്സിറൂന ഹാദാ, ഇതവർ കാണുന്നില്ലേ? ഫാലബുൻ, അവർക്കറിയില്ലേ? അന്ന നഖദിറു അലാ ഇആദതിഹിം, നമുക്ക് അവരെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന്. ഉണങ്ങിയ ഭൂമിയിലേക്ക് ഒരു മഴയിലൂടെ അല്ലെങ്കിൽ മഴകളിലൂടെ വെള്ളം കൊണ്ടുവന്നിട്ട് സ- ജീ സസ്യങ്ങളെ, കൃഷിയെ മടക്കിയെടുക്കാൻ അള്ളാഹുവിന് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഉണങ്ങിയ ഭൂമിയിലൊക്കെ എല്ലാ തരം ചെടികളും മുളച്ചു പൊന്തുന്നുണ്ട്. നമ്മളുടെയൊക്കെ ഇത് കാണുന്നതാണ്. ഒരു സമയത്ത് ഉണങ്ങിപ്പോയതിനു ശേഷം നമ്മൾ കുട്ടികളൊക്കെ കളിക്കാൻ ഇറങ്ങിയിട്ട് ഒന്നുമില്ലാത്ത ഗ്രൗണ്ടായി മാറിയത്, രണ്ട് മഴ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് ചെടികൾ പിടിച്ച് പൊങ്ങാണ്. അപ്പൊ ഇങ്ങനെ മടക്കാൻ കഴിയുന്ന ഒരാൾക്ക്, ഒന്നുമില്ലാത്ത ഭൂമിയിൽ ചെടികളെ മടക്കാൻ കഴിയുന്ന ഒരാൾക്ക്, മരിച്ചുപോയ നിങ്ങളെയും പുനഃസൃഷ്ടിക്കാൻ സാധിക്കൂലേ? അതവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്നാണ് അള്ളാഹു ഇതിലൂടെ ജലാലിനോട് പറയാണ്. പിന്നെ അള്ളാഹുവിന് സൃഷ്ടികളോട് കാണിക്കുന്ന കരുണ, ലുത്തുഫഹു ബി ഖൽഖിഹി, സൃഷ്ടികളോടുള്ള ലുത്തുഫിനാണ് അള്ളാഹു ഇതിലൂടെ വിശദീകരിക്കുന്നത്. അള്ളാഹു മനുഷ്യർക്ക് ചെയ്തു തരുന്ന നന്മകളുമാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. വെള്ളത്തെ ഉം, ഇറക്കുകയും പിന്നെ മലമുകളിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുകയും ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തി കൃഷി ഉഷാറായിട്ട് ഭക്ഷണം, മൃഗങ്ങൾക്കും നമുക്കുള്ള ഭക്ഷണം അതിലൂടെ അള്ളാഹു ഒരുക്കി തയ്യാറാക്കി തരുന്നു. അതാണ് പറഞ്ഞു തരുന്നത്. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് വീണ്ടും ആ, മറ്റ് ചർച്ചകളിലേക്ക് തന്നെ പോകണം. വയഖൂലൂന, ഏ, ഏ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാത്ത, അവിശ്വസിച്ച, പരിഹസിക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, മത്താ ഹാദൽ ഫത്ഹ്, എപ്പോഴാണ് നിങ്ങൾക്ക് വിജയം കിട്ടും എന്ന് പറയാ, ഇൻകൊന്നും സാധിക്കുക, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. അപ്പൊ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടും, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിജയം വരും എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്, അത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ പരിഹസിച്ചുകൊണ്ട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഫതഹ് വരും, വിജയം വരും എന്ന് പറഞ്ഞില്ലേ, എപ്പോഴാണ് നിങ്ങൾക്ക് ഇനി വിജയം കിട്ടുക എന്ന് പരിഹാസ രൂപേണ ചോദിക്കാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട്, പോരടിക്കാൻ വേണ്ടി കളവാക്കിക്കൊണ്ടുള്ള ചോദ്യം. നിങ്ങളെല്ലാം വിജയം വരിക്കും, നിങ്ങൾക്ക് വിജയം കിട്ടും, അള്ളാഹുവിന്റെ സഹായം കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നത് എപ്പോഴാണ്? മത്താ ഹാദൽ ഫത്ഹ്, എപ്പോഴാണ് ആ വിജയം ലഭിക്കുക എന്ന് അവർ പരിഹാസ രൂപേണ ചോദിക്കുന്നുണ്ട്, പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇൻ കുന്തും സാധിക്കും, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എന്ന്. അവിടെ തഫ്സീർ ജലാലിന്റെ യഖൂലൂന ലിൽ മുഅ്മിനീന, വിശ്വാസികളോട് അവിശ്വാസികൾ പറയുന്നുണ്ട്, മത്ത ഹാദൽ ഫത്ഹു ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും നമുക്കിടയിൽ നിങ്ങൾക്ക് വിജയം കിട്ടുമെന്ന് പറഞ്ഞ ഫത്ഹ് എപ്പോഴാണ്? ഇൻ കുന്തും സാധിക്കും, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എന്ന്. ഇത് തഫ്സീർ ഇബ്നു കസീർ പറയുന്നത്, യഖൂലു തആല മുഖ്ബിറൻ അൻ ഇസ്തിജാൽ കുഫാരി ബഅസില്ലാഹി ബിഹി, അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്നുള്ളത് വേഗത്തിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ധൃതി കൂട്ടുകയാണ്. അള്ളാഹുവിന്റെ ഗളബ് വേഗത്തിൽ വന്നോട്ടെ എന്ന്. കാരണം ഇസ്തിബ്ആദൻ വ തക്ദീബൻ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശിക്ഷ വരിക എന്നുള്ള എത്രയോ വിദൂരത്തായ ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത്. അവരതൊരു കളവായിട്ടാണ്. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിൽ അതിനെ കളവാക്കുകയാണ്. ഉണ്ടെങ്കിൽ വരട്ടെ, ഒരിക്കലും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആ അള്ളാഹുവിനോടുള്ള ഒരു പിന്നെ
വളരെ വിദൂരത്തായ ഒരു കാര്യം, ഒരിക്കലും നടക്കാത്ത കാര്യം, അല്ലെങ്കിൽ കളവ് എന്നുള്ള അർത്ഥത്തിൽ എതിർത്തുകൊണ്ട് ചോദിക്കുകയാണ്, മത്താ ഹാദൽ ഫത്ഹ്, എപ്പോഴാണ് ഈ വിജയം വരിക, ഇൻകൊന്നും സാധിക്കും, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. അതായത് മത്താ തുൻസുറു അലൈനായ മുഹമ്മദ്, ഞങ്ങളെ മേൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുക എപ്പോഴാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി തങ്ങളോട് ചോദിക്കുമെന്നാണ്. അപ്പോ അതിന് പിന്നെ അള്ളാഹുവിന്റെ മറുപടിയാണ് അടുത്ത ആയത്ത്, ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉ അല്ലദീന കഫറു. ഖുൽ, നബി അവരോട് പറഞ്ഞു കൊടുക്കുക, എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വിജയം വരിക്കുന്ന ദിവസം നിഷേധികൾക്ക് അവരുടെ അന്ന് വിശ്വസിച്ചത് കൊണ്ട് ഉപകാരപ്പെടൂല എന്ന് പറഞ്ഞു കൊടുത്തലേ, വേണമെങ്കിൽ ഇപ്പൊ തന്നെ വിശ്വസിച്ചു, വലാഹും യുൻദറൂൻ, അവർക്കൊരു സാവകാശം കൊടുക്കൂല എന്ന് പറഞ്ഞോളി. ഖുൽ, നബിയെ പറയുക, യൗമൽ ഫത്ഹി, വിജയം വരും, അത് വരുന്ന ദിവസം, ഒരു ദിവസം അത് വരും, ആ വരുന്ന ദിവസം ലാ യൻഫഉ അല്ലദീന കഫറു, കാഫിരീങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. ലാ നഫഅ ഉപകാരപ്പെടുക, ലാ യൻഫഉ ഉപകാരപ്പെടുകയില്ല, അല്ലദീന കഫറു നിഷേധിച്ച ആളുകൾക്ക്, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പരിശുദ്ധ ഖുർആനെയും നിഷേധിച്ച ആളുകൾക്ക് ഉപകാരപ്പെടുകയില്ല. ഈമാനുഹും, അന്നത്തെ അവരുടെ വിശ്വാസം ഉപകാരപ്പെടില്ല. വലാഹും യുൻദറൂൻ, അവര് സാവകാശം നൽകപ്പെടുകയും ചെയ്യൂല. ഖുൽ, നബിയുടെ തഫ്സീർ, യൗമൽ ഫത്ഹി ബി ഇൻസാലിൽ അദാബി ബിഹിം, അവർക്ക് ശിക്ഷ ഇറങ്ങുന്ന ആ ഫതഹിന്റെ ദിവസം ലാ യൻഫഉ അല്ലദീന കഫറു, നിഷേധികൾക്ക് ഉപകാരപ്പെടുകയില്ല, ഈമാനുഹും വിശ്വാസം, വലാഹും യുൻദറൂൻ യൻദുറൂൻ, പിന്നെ യുൻദറൂൻ, വലാഹും യുൻദറൂൻ എന്ന് പറഞ്ഞാൽ അവർ സാവകാശം നൽകപ്പെടൂല എന്നാണ് അതിന്റെ വ്യാഖ്യാനം. യുംഹിലൂന, മുഹ്ലത്ത് പറഞ്ഞാൽ സാവകാശം എന്ന, സമയം നൽകപ്പെടൂല, ലി തൗബത്തിൻ, തൗബ ചെയ്യാനോ ഓ മഅ്ദിറത്തിൻ, കാരണം ബോധിപ്പിക്കാനോ. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ ആ ശിക്ഷക്കാണ് പാത്രമാവുക, അനുഭവിക്കുക എന്നേ ഉണ്ടാവുള്ളൂ. അല്ല, അതിനെ പരിഹസിച്ച നിങ്ങൾക്ക് അന്ന് ഇനി വിശ്വാസത്തിലേക്ക് കടന്നു വരാനോ തൗബ ചെയ്യാനോ ഒരു സാവകാശമൊന്നും ഉണ്ടാവൂല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എപ്പോഴാണെന്ന് പറഞ്ഞ സമയത്ത് അടുത്ത വർഷം വരും എന്നുള്ള സമയം പറഞ്ഞു കൊടുക്കുകയല്ല, അത് വരും എന്നുള്ളത് ശരിയാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അന്ന് ആ സമയത്ത് നിങ്ങൾക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങാൻ, അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഒരു അവസരം അതും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഈമാന് നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് തഫ്സീർ ഇബ്നു കസീർ അവിടെ പറയുന്നത്, ഐ ഇദാ ഹല്ല ബിക്കും ബഅ്സുല്ലാഹി, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ, വസഖത്തു, അള്ളാഹുവിന്റെ ദേഷ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ, വഗളബു, അള്ളാഹുവിന്റെ ദേഷ്യം പറഞ്ഞാൽ, ഫി ദുനിയ വഫിൽ ഉഖറ, ദുനിയാവിലും നാളെ ആഖിറത്തിലും, ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും, അപ്പൊ പിന്നെ നിഷേധികൾക്ക് അവരുടെ വിശ്വാസം കൊണ്ട് കാര്യം ഉണ്ടാവൂല എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഫഅരിദ് അൻഹും, നബിയെ അവരെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയുക. ഇത് പറഞ്ഞു കൊടുത്തിട്ട് എന്നാണ് എന്നുള്ള പരിഹാസം, അവരുടെ എതിർപ്പ്, അതിനൊന്നും വില വെക്കണ്ട. ഫഅരിദ് അൻഹും, അവരെ തൊട്ട് തിരിഞ്ഞു കളയുക. വൻതളിർ, കാത്തിരിക്കുക. ഇൻതളർ പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കുക, കാത്തിരിക്കുക എന്നാണ്. ഇന്നഹും മുൻതളിർ, അവർ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഫഅരിദ് അൻഹും അവിടെ തഫ്സീർ ഇൻസാലിൽ അദാബി ബിഹിം, അവർക്ക് ശിക്ഷ ഇറങ്ങുന്നത് നബിയെ കാത്തിരുന്നോളി. ഇപ്പോ അവരെ ചോദ്യത്തിന് നാളെ തന്നെ വരണം എന്നുള്ള ധൃതി കൂട്ടൊന്നും വേണ്ട. ഫാരിൽ തന്നെ അവർക്ക് മറുപടി പറയാൻ പോകലല്ല, ഫാരിൽ തന്നെ അവരെ തൊട്ട് തിരിഞ്ഞു കളയുക. വൻതൊള്ളിർ, കാത്തിരിക്കുക. ഹിൻസല്ലാബിഹിം, അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് ഇറങ്ങല്. ഇന്നഹും മുൻതളിർ, അവർ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശിക്ഷ വരും, നിങ്ങൾക്ക് മരണം സംഭവിക്കുന്നതാണ്. മുൻതളിറൂന ബിക്ക, നിങ്ങൾക്ക് വരുന്നത് കാത്തിരിക്കുന്നുണ്ട്. എന്ത്? ഹാദിസു മൗത്തിൻ, മരണം എന്ന സംഭവം. ഔ ഖത്ലിൻ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വധിച്ചു കളയല്. അപ്പൊ നബിയെ ഒന്ന് ആരെങ്കിലും വധിച്ചു കളയോ മരണം സംഭവിക്കുകയോ ചെയ്തിട്ട് ഫയസ്തരീഹൂന മിങ്ക, നിങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം കിട്ടട്ടെ എന്ന് അവർ കാത്തിരിക്കുന്നുണ്ട്. വഹാദ ഖബിലിഹിം, തഫ്സീർ ജലാലിയുടെ പറയാണ്, ഇത് വെയിറ്റ് ചെയ്തോളി, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് യുദ്ധം കൊണ്ടുള്ള സമ്മതം കൊടുക്കുന്നതിന് മുമ്പായിരുന്നു, അതിന്റെ കൽപ്പന വരുന്നതിന്റെ മുമ്പായിരുന്നു എന്ന് അവിടെ വ്യാഖ്യാനിക്കുക വെക്കാൻ. അപ്പോ വൻതളിർ ഇന്നഹും മുൻതളിറും, നിങ്ങൾ കാത്തിരിക്കുക നബിയെ, ഇൻസാൽ ആദാബിയും, അവർക്ക് ശിക്ഷ വരുന്നത്. ഇന്നഹും മുൻതളിറുൻ, അവരും കാത്തിരിക്കുന്നുണ്ട്. അവർ ഓരോ ദിവസവും ഇസ്ലാമിന്റെ പ്രബോധനം ഇങ്ങനെ, പിന്നെ ഇസ്ലാം
കൂടുതൽ ആളുകൾ സ്വീകരിച്ച് കൂടുതൽ വ്യാപിക്കുന്നത് കാണുന്ന സമയത്ത് അസ്വസ്ഥരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിക്കലോടുകൂടെയോ ആരെങ്കിലും നബിയെ വധിച്ചു കളഞ്ഞിട്ടോ ഈ പ്രശ്നങ്ങൾ തീർന്നു പോകണം എന്ന് അവർ പോവും. ഓരോ ദിവസവും അതവർ കാത്തിരിക്കുന്നുണ്ട്. അവർ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇപ്പോൾ ഫയലുള്ളൻ അവരെ തൊട്ട് തിരിഞ്ഞു കളയുക, മറ്റുള്ളവർ കാത്തിരിക്കുക. അള്ളാഹു വിജയം നൽകുന്നതാണ്. അത് എപ്പോഴാണ് അവർക്ക് ശിക്ഷ ഇറങ്ങുന്നത് അതുവരെ കാത്തിരിക്കുക, അവരും കാത്തിരിക്കുകയാണ് എന്ന്. ഫയലുൽ അൻഹും എന്നുള്ളിടത്ത് തഫ്സീർ ജലാനിയുടെ കൊടുക്കുന്നുണ്ട്. തഫ്സീർ ഇബ്നു കസീർ അയലുൽ അൻഹാ ഉലായിൽ മുശ്രിക്കീന, ആ അവിശ്വാസികളെ തൊട്ട് മുശ്രിക്കീങ്ങളെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയുക. ഓ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക, അള്ളാഹു എന്താണോ പഠിപ്പിച്ചു തന്നത് അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എന്താണോ ഇറക്കി തന്നത് അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന്. ഇതേ ആശയം തന്നെ സൂറത്തുൽ അൻആമിൽ 106-ാമത്തെ ആയത്തിലുണ്ട്. ഇത്തബിഉ മാ ഊഹിയ ഇലൈക മിൻ റബ്ബിക ലാ ഇലാഹ ഇല്ലാ ഹുവ വഅ്രിദ് അനിൽ മുശ്രിക്കീൻ. നബിയെ വഹി കിട്ടിയത് നിങ്ങൾ പിൻപറ്റുക, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ വഅ്രിദ് അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ തൊട്ട് നബിയെ തിരിഞ്ഞു കളയുക എന്ന് നബി തങ്ങളോട് പറയുന്ന മറ്റൊരായത്തും സൂറത്തുൽ അൻആമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് അള്ളാഹു നിങ്ങൾക്ക് നൽകും. വസയൻസുറുക അലാമൻ ഖാലഫക, നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒരു സമയത്ത് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, പല തവണയും ഇറങ്ങിയിട്ടുണ്ട്. ബദറിലും മറ്റു സമയത്തൊക്കെ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നഹു ലാ യഖ്ലിഫുൽ മിആദ്, അള്ളാഹു വാഗ്ദാനം ചെയ്തത് ഒരിക്കലും ലംഘിക്കുകയില്ല. അപ്പോ ഇൻതളിർ ഇന്നഹു മുൻതളിറുൻ, അവര് കാത്തിരിക്കുന്നുണ്ട് നബിയെ, നിങ്ങളും കാത്തിരിക്കുക. അള്ളാഹു പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നതാണ്. അള്ളാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങൾ അള്ളാഹു പാലിക്കുക തന്നെ ചെയ്യും. കാത്തിരിക്കുക, അവരെ തൊട്ട് തിരിഞ്ഞു കളയുക. നബി അള്ളാഹു ഏൽപ്പിച്ച വഹി അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ ഉത്തരവാദിത്വം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുക. ഇതോടുകൂടെ 30 ആയത്തായി. 31-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ